രാജ്യം ഇപ്പോൾ ഒറ്റ ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതായത് രാഷ്ട്രീയ ഭൂമികയിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനം. രാജ്യത്തിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സംസ്ഥാനത്തിന്റെ വിധിയെഴുത്ത് ആർക്കനുകൂലമാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. വോട്ട് ചോരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും വെള്ളം കുടിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ബീഹാറിലെ ജനങ്ങൾ വിധിയെഴുതുമോ? അതോ രാജ്യത്ത് മൂന്നാം തവണയും അധികാരത്തിലേറിയ നരേന്ദ്രമോദിക്കൊപ്പമായിരിക്കുമോ ജനങ്ങൾ? ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ജനതാദൾ യുണൈറ്റഡിനും RJDക്കുമുള്ള പ്രസക്തി എന്താണ്? നിതീഷ് കുമാറിന്റെ ചിറകിലേറി NDAയും BJPയും ബീഹാറിൽ വീണ്ടും ഭരണത്തിലേറുമോ? തേജസ്വി യാദവിനെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ ബീഹാറിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ NDAയ്ക്കും ജനതാദൾ യുണൈറ്റഡിനും നിതീഷ് കുമാറിനും അത്ര ശുഭകരമല്ല. പാളയത്തിലെ പടതല്ലിയാണ് വില്ലൻ. ജനതാദൾ യുണൈറ്റഡ്, BJP, ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാസ്വാൻ വിഭാഗം, ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടി തുടങ്ങി ചെറുകക്ഷികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മറുഭാഗത്ത് RJD, കോൺഗ്രസ്, ഇടതു രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി മത്സര രംഗത്തിറങ്ങുകയാണ്. സ്മൂത്തായി വളരെ വേഗത്തിൽ മണ്ഡലങ്ങൾ ആർക്കെല്ലാം മത്സരിക്കണമെന്ന കാര്യത്തിലെ സീറ്റ് വിഭജനം ഇന്ത്യ സഖ്യം പൂർത്തീകരിച്ചു. പ്രചരണത്തിന് ദേശീയ നേതാക്കന്മാർ എല്ലാവരും എത്തും. ലാലു പ്രസാദ് യാദവ്, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി, ലാലുവിന്റെ പത്നിയും ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവി, മകൻ തേജസ്വി യാദവ്, കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനർമാർ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കനയ്യകുമാർ, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ്, പവൻ കേര, സിദ്ധരാമയ്യ, രേവന്ത് റെഡ്ഡി, പപ്പു യാദവ് തുടങ്ങിയ നേതാക്കന്മാർ എല്ലാവരും ബീഹാറിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ ഭാരതത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഇപ്പോൾ ബീഹാറാണ്. വോട്ട് ചോരി ഉൾപ്പെടെയുള്ള മുദ്രാവാക്യമുയർത്തി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറന്ന രാഹുൽ ഗാന്ധി വോട്ടധികാർ യാത്ര നടത്തിയ ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ നഗരഹൃദയങ്ങളിലെ വോട്ടർമാരെ കയ്യിലെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ തിരിച്ചറിയാൻ കഴിയും. അതോ കപട വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ഇനിയും ഒരു തവണ കൂടി NDA ബീഹാറിലെ ജനങ്ങൾ അധികാരത്തിലേറ്റുമോ എന്ന് നമുക്ക് അറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം. എന്തായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഒരു വലിയ സംസ്ഥാനത്ത് ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബീഹാറിനകത്ത് മക്കാന കർഷകരുടെ ഹൃദയ രക്തം കൊണ്ട് വിപ്ലവം തീർത്ത ബീഹാറിനകത്ത് ലാലു പ്രസാദ് യാദവിന്റെ ജന്മഭൂമിയിൽ കനയ്യകുമാറിന്റെ തട്ടകത്തിൽ നിതീഷ് കുമാർ വേരോട്ടിയ മണ്ണിൽ അവിടെ ആർക്കനുകൂലമായി ഇത്തവണ വിധി എഴുതും? മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഇന്ത്യയിലെ ബീഹാറിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുമോ? അതോ വർഗീയ രാഷ്ട്രീയത്തെ പുൽകാൻ വീണ്ടും ബീഹാറിലെ ജനങ്ങൾ തയ്യാറാകുമോ എന്നാണ് നാട് ചോദിക്കുന്നത്. പക്ഷേ ബീഹാറിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വർഗീയ രാഷ്ട്രീയത്തെ, വിഭജന രാഷ്ട്രീയത്തെ, മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന NDAയുടെ തിരിപ്പ് രാഷ്ട്രീയത്തെ ബീഹാറിന്റെ ജനത പുറന്തള്ളും. കോൺഗ്രസും RJDയും ചേർന്ന ഇന്ത്യ സഖ്യം ബീഹാറിൽ അധികാരത്തിൽ വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്.